നമസ്കാരം സുഹൃത്തുക്കളെ. ജിയോ പൊളിറ്റിക്സിന്റെ ചെസ് ബോർഡിൽ ഇപ്പോൾ നടക്കുന്നത് സങ്കല്പിക്കാൻ പോലും ആകാത്തത്ര വലിയ മാറ്റങ്ങളാണ്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ത്യയിലെ ഒരു സാധാരണ സംസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ പാതിരാത്രിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് അഭിനന്ദിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറിന്റെ തലവന് പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇത്രത്തോളം താല്പര്യം വരാൻ കാരണമെന്താണ്? അതും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും കാണിക്കാത്ത ഈ ആവേശം ബംഗാളിലെ BJPയുടെ ചരിത്ര വിജയത്തിൽ അദ്ദേഹം എന്തിനാണ് കാണിച്ചത്? ഇതിന്റെ ഉത്തരം തേടി പോകുമ്പോഴാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ഡീപ് സ്റ്റേറ്റിന്റെയും വലിയൊരു ഗൂഢാലോചനയുടെ ചുരുളഴിയുന്നത്. മറുവശത്ത് ഇന്ത്യയെ പുകഴ്ത്തുന്ന അതേ അമേരിക്ക തങ്ങളുടെ ദീർഘകാല സുഹൃത്തായ പാകിസ്ഥാനെ ഒരു തെരുവ് നായെ പോലെ വലിച്ചെറിയുന്ന കാഴ്ചയും ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് 2026 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഭയാനകമായ ഒരു യുദ്ധം നടക്കാൻ പോകുന്നു എന്ന് അമേരിക്കൻ തിങ്ക് ടാങ്കുകൾ പ്രവചിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ സംഭവ വികാസങ്ങളെല്ലാം എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ഇന്ത്യയുടെ ഭാവി സുരക്ഷയെ ഇത് എങ്ങനെ ബാധിക്കുമെന്നും നമുക്ക് ആഴത്തിൽ ആവേശകരമായ ഒരു രീതിയിൽ പരിശോധിക്കാം. ഇത് വെറുമൊരു വാർത്താ വിശകലനമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ഭൂകമ്പത്തിൻ്റെ നേർക്കാഴ്ചയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം നമുക്ക് ആ ഫോൺ കോളിൽ നിന്ന് തന്നെ തുടങ്ങാം. അമേരിക്കയിലെ വൈറ്റ് ഹൗസ് വക്താവ് തന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചതാണ് ഈ വിവരം. ട്രംപ് എന്തിനാണ് മോദിയെ വിളിച്ചത്? ഉത്തരം ലളിതമാണ്. അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിനെ ഇന്ത്യ പശ്ചിമ ബംഗാളിൽ വെച്ച് അതിദാരുണമായിട്ട് പരാജയപ്പെടുത്തിയിരിക്കുന്നു. എന്തായിരുന്നു CIA മാസ്റ്റർ പ്ലാൻ? ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് അവിടെ ഒരു പാവ സർക്കാരിനെ പ്രതിഷ്ഠിക്കാനായിട്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് സാധിച്ചു. ബംഗ്ലാദേശിലെ സെയിന്റ് മാർട്ടിൻ ദ്വീപിൽ ഒരു സൈനിക താവളം നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുശേഷം അവർ ലക്ഷ്യമിട്ടത് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയായ പശ്ചിമ ബംഗാളിനെയാണ്. കേവലം 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള സിലിഗുരി ഇടനാഴി അഥവാ ചിക്കൻ നെക്ക് വിച്ഛേദിക്കുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ഇത് സാധ്യമായാൽ 5 കോടി ജനങ്ങളുള്ള മുഴുവൻ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളെയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് എളുപ്പത്തിൽ വേർപെടുത്താനായിട്ട് അവർക്ക് സാധിക്കും. എന്നാൽ ഇവിടെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ബാഹ്യശക്തികൾ മാത്രമല്ല. പശ്ചിമ ബംഗാൾ സർക്കാർ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചിക്കൻ നെക്കിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് അവരെ കുടിയിരുത്തുകയും ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിർത്തികളെ തുറന്നിട്ട് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെയും രോഹിംഗ്യകളെയും ബംഗാളിലേക്ക് ഒഴുക്കി അവിടം ഒരു പുതിയ ഗ്രേറ്റർ ബംഗ്ലാദേശിൻ്റെ ഭാഗമാക്കുക എന്നതായിരുന്നു 15 വർഷമായിട്ട് ഡീപ് സ്റ്റേറ്റ് അടക്കം മെനഞ്ഞ പദ്ധതി. ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സിലിഗുരി കോറിഡോർ അഥവാ ചിക്കൻ നെക്ക് ഭീഷണിയിലാകും. മാത്രവുമല്ല, ഇന്ത്യ തങ്ങളുടെ ഡിഫൻസ് മിസൈൽ പരീക്ഷണങ്ങൾ മുഴുവൻ നടത്തുന്നതും അതുപോലെ ആഗോള വ്യാപാര പാതയായ മലാക്ക സ്ട്രെയ്റ്റ് നിയന്ത്രിക്കുന്നതും ബംഗാൾ ഉൾക്കടലിൽ നിന്നുമാണ്. അവിടെ നിരന്തരം സംഘർഷങ്ങൾ സൃഷ്ടിച്ച് ഇന്ത്യയെ തളച്ചിടാനായിട്ട് ഡീപ് സ്റ്റേറ്റ് ആഗ്രഹിച്ചു. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി മുൻപ് ഇന്ത്യയെ കിഴക്ക് ഭാഗത്തു നിന്നും, അതായത് കൊൽക്കത്ത വരെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതും ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കണം. എന്നാൽ ബംഗാളിലെ ജനങ്ങൾ ഇത്തവണ ഈ അന്താരാഷ്ട്ര ഗൂഢാലോചനയെ വോട്ടിംഗ് മെഷീനിലൂടെ തകർത്തെറിഞ്ഞു. വർഷങ്ങളായിട്ട് CIA മെനഞ്ഞെടുത്ത ഒരു കെണി ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഇല്ലാതായത്. ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് സ്വന്തം രാജ്യത്ത് ഈ ഡീപ് സ്റ്റേറ്റുമായിട്ട് നിരന്തരം പോരാടുന്ന വ്യക്തിയാണ്. താൻ വെറുക്കുന്ന അതേ ഡീപ് സ്റ്റേറ്റിനെ മോദി ഇന്ത്യയിൽ പരാജയപ്പെടുത്തിയത് കണ്ടപ്പോഴാണ് ട്രംപ് ആവേശത്തോടെ അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിച്ചത്. ബംഗാൾ തെരഞ്ഞെടുപ്പ് ഒരു പ്രാദേശിക വിഷയമല്ല, മറിച്ച് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുടെയും അതിർത്തി സംരക്ഷണത്തിൻ്റെയും എക്കാലത്തെയും വലിയ വിജയമാണ് എന്ന് ലോകത്തിന് ബോധ്യമായി. ന്യൂഡൽഹിയിലേക്ക് ട്രംപിൻ്റെ അഭിനന്ദന പ്രവാഹങ്ങൾ ഒഴുകുമ്പോൾ തന്നെ ഇതേ അമേരിക്ക പാകിസ്ഥാനോട് ചെയ്തത് എന്താണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനിലെ പെഷവാറിലുള്ള അമേരിക്കയുടെ ചരിത്രപ്രധാനമായ കോൺസുലേറ്റ് അവർ അടച്ചുപൂട്ടി. ജിയോ പൊളിറ്റിക്സിൽ ഒന്നും യാദൃശ്ചികമല്ല. അഫ്ഗാൻ യുദ്ധകാലത്ത് CIA ഏറ്റവും വലിയ താവളമായിരുന്നു പെഷാവർ. അവിടെ നിന്നാണ് തീവ്രവാദികൾക്ക് പണവും ആയുധങ്ങളും നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് അമേരിക്ക പാകിസ്ഥാനെ വിശേഷിപ്പിക്കുന്നത് വളരെ ക്രൂരമായ 3 വാക്കുകളിലൂടെയാണ്: അൺസേഫ്,
അൺസ്റ്റേബിൾ ആൻഡ് യൂസ്ലെസ്. ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാനായിട്ട് മുൻകാലങ്ങളിൽ അമേരിക്ക പാകിസ്ഥാനെ ഒരു ദല്ലാളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രംപ് നേരിട്ട് ഇറാനുമായിട്ട് ചർച്ചകൾ നടത്തുകയാണ്. ഭീകരവാദികളുടെ ഒരു വിളനിലമായിട്ട് മാറിയ സാമ്പത്തികമായിട്ട് പാപ്പരായ പാകിസ്ഥാനിൽ കോടിക്കണക്കിന് ഡോളറുകൾ ചെലവാക്കി തങ്ങളുടെ ഒരുപാട് നയതന്ത്ര ഉദ്യോഗസ്ഥരെ നിർത്തേണ്ടതില്ല എന്ന് അമേരിക്ക തീരുമാനിച്ചു. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം ചൈന പാകിസ്ഥാനിലെ തങ്ങളുടെ വിസ സേവനങ്ങൾ നിർത്തിവെക്കുകയോ വൈകിപ്പിക്കുകയോ ചെയ്യുമെന്ന് ഔദ്യോഗികമായിട്ട് അറിയിപ്പ് നൽകിയിട്ടുള്ളത്. ചൈനീസ് എംബസി അടച്ചില്ല എന്നുണ്ടെങ്കിലും പാകിസ്ഥാനിൽ സംഭവിക്കുന്ന അതിലും വലിയ ദുരന്തമാണ്. സുരക്ഷാ കാരണങ്ങളാലും ഭരണപരമായ അഴിമതിയാലും ചൈനീസ് കമ്പനികൾ പാകിസ്ഥാനിൽ നിന്നും കൂട്ടത്തോടെ പലായനം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. സീപെക് പദ്ധതിയുടെ ഹൃദയഭാഗമായ ഗ്വാദർ തുറമുഖത്തു നിന്നും വമ്പൻ ചൈനീസ് കമ്പനിയായ ഹാങ്ജങ് ട്രേഡ് കമ്പനി അടുത്തിടെ തങ്ങളുടെ ഫാക്ടറികൾ അടച്ചുപൂട്ടി മടക്കി. പാകിസ്ഥാൻ സർക്കാരിൻ്റെ പിടിപ്പുകേടും സിസ്റ്റത്തിൻ്റെ പരാജയവുമാണ് കാരണമെന്ന് അവർ തുറന്നടിച്ചു. കൂടാതെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ചൈനീസ് എഞ്ചിനീയർമാരെയും പൗരന്മാരെയും നിരന്തരം വേട്ടയാടുകയാണ്. ചുരുക്കത്തിൽ ചൈന പാകിസ്ഥാൻ ബന്ധം പുറമേക്ക് ശക്തമാണ് എന്ന് തോന്നിപ്പിക്കുമെങ്കിലും സാമ്പത്തികമായിട്ട് ചൈന പാകിസ്ഥാനെ കൈയൊഴിഞ്ഞു തുടങ്ങി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഒന്നൊന്നായിട്ട് നിശബ്ദമാക്കപ്പെടുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിർത്തി കടന്നുള്ള ഭീഷണികളെ ഇല്ലാതാക്കാനായിട്ട് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടുള്ള റോ ലോകത്തിലെ തന്നെ കരുത്തരായ മൊസാദും റഷ്യൻ ഏജൻസികളായിട്ടുള്ള SVR FSBയും ഒക്കെ ആയിട്ട് ചേർന്ന് നടത്തുന്ന ഈ ഓപ്പറേഷനുകളുടെ ഉള്ളുകളികൾ എന്തൊക്കെയാണെന്നും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഇന്ത്യ വിരുദ്ധരായ ചാരന്മാരും ഭീകരരും അജ്ഞാതരായ തോക്കുധാരികളാൽ വധിക്കപ്പെടുന്നത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരുന്നത് ബംഗ്ലാദേശിൽ നിന്നും കൂടിയാണ്. പശ്ചിമ ബംഗാൾ അതിർത്തിയിൽ അശാന്തി പടർത്താനായിട്ട് ശ്രമിച്ച നിരവധി CIA ഏജന്റുകളും പാകിസ്ഥാൻ ISI ചാരന്മാരും ബംഗ്ലാദേശിലെ വിവിധ ഇടങ്ങളിൽ വെച്ച് കൊല്ലപ്പെട്ടു. നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്ന സമയത്ത് ബംഗ്ലാദേശിൽ വെച്ച് പിടിയിലായ CIA ഏജന്റുകളുടെ വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട്. ബംഗാളിനെ വിഭജിക്കാനും ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന ഗൂഢപദ്ധതി നടപ്പിലാക്കാനും ശ്രമിച്ചവരാണ് ഇത്തരത്തിൽ നിശബ്ദമാക്കപ്പെട്ടത്. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഉക്രൈനിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ സൈബർ ആക്രമണങ്ങളും ഖാലിസ്ഥാനി ഗ്രൂപ്പുകൾക്ക് സഹായവും നൽകിയിരുന്ന ചില ചാരന്മാരും അടുത്തിടെ കൊല്ലപ്പെട്ടു. യുക്രൈനിലെ അരാജകത്വം മുതലെടുത്ത് ഇന്ത്യക്കെതിരെ കരുനീക്കം നടത്തിയ പാശ്ചാത്യ ഏജൻസികളുടെ കണ്ണിലെ കരടുകളെയാണ് റഷ്യൻ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി ഇന്ത്യ നീക്കം ചെയ്തത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടിരുന്ന ചില അമേരിക്കൻ വിഘടനവാദി നേതാക്കളും ഡീപ് സ്റ്റേറ്റിൻ്റെ ഏജന്റുകളും നിഗൂഢമായ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലും ബംഗ്ലാദേശിലും സജീവമായ ജമാഅത്തെ ഇസ്ലാമി, ഹമാസ് ബന്ധമുള്ള ഗ്രൂപ്പുകൾ എന്നിവരുടെ വിവരങ്ങൾ കൃത്യമായിട്ട് ഇന്ത്യക്ക് കൈമാറുന്നത് മൊസാദാണ്. മധ്യേഷ്യയിലും യുക്രൈനിലും ഇന്ത്യക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾ റഷ്യൻ ഏജൻസികൾ റോയ്ക്ക് കൈമാറുന്നുണ്ട്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഏത് തരത്തിലാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ ഉപയോഗിച്ച് ഇന്ത്യയെ വളയാൻ ശ്രമിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഡോസിയർ റഷ്യ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊൽക്കത്ത എയർപോർട്ടിൽ വെച്ച് ചില CIA ഏജന്റുകളെ പിടികൂടിയതും വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നല്ലോ. ഇവർ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ ഉപയോഗിച്ച് ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. പിടിയിലായ പല ബംഗ്ലാദേശികളും ഇന്ത്യയിൽ ആധാർ കാർഡും വോട്ടർ IDയും സംഘടിപ്പിച്ച് വർഷങ്ങളായിട്ട് താമസിച്ചിരുന്ന സ്ലീപ്പർ സെല്ലുകളാണ്. പശ്ചിമ ബംഗാളിൽ പുതിയ സർക്കാർ അധികാരമേറ്റതോടെ ഈ കുടിയേറ്റക്കാരെ കണ്ടെത്തി നാട് കടത്താനുള്ള നടപടികൾ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. സിലിഗുരി കോറിഡോർ സുരക്ഷിതമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഈ വമ്പിച്ച നീക്കം. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തികൾ സുരക്ഷിതമാവുകയും പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് തകരുകയും ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ടതാണ്. എന്നാൽ യഥാർത്ഥ ഭീഷണി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഫോറിൻ അഫയേഴ്സ്, കാർണഗി എൻഡോമെന്റ് തുടങ്ങിയ പ്രമുഖ അമേരിക്കൻ തിങ്ക് ടാങ്കുകളും ഡിഫൻസ് അനലിസ്റ്റുകളും നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം 2026 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമാനതകളില്ലാത്ത ഒരു മഹായുദ്ധത്തിന് സാധ്യതയുണ്ട് എന്നാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ മൂന്നാമതൊരാളുടെ ആവശ്യമില്ല എന്നതാണ് ഇന്ത്യയുടെ ഉറച്ച നയം. അതുകൊണ്ട് തന്നെ ഇനിയൊരു യുദ്ധമുണ്ടായാൽ അമേരിക്കയ്ക്ക് ഒരു ഫോൺ കോൾ ചെയ്ത് പോലും അതിൽ മധ്യസ്ഥത വഹിക്കാനോ ഇന്ത്യയെ തടയാനോ കഴിയില്ല എന്ന് അമേരിക്കൻ വിദഗ്ധർ തന്നെ സമ്മതിക്കുന്നുമുണ്ട്.
2026 ഒരു യുദ്ധം പ്രവചിപ്പിക്കപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ചൈനയാണ്. പാകിസ്ഥാന്റെ വ്യോമസേനയ്ക്ക് ചൈന തങ്ങളുടെ ഏറ്റവും പുതിയ 5ാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള J-35AE സ്റ്റെൽത്ത് ഫൈറ്റർ പാകിസ്ഥാന് നൽകാൻ പോവുകയാണെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. എന്നാൽ ഏതാനും കുറച്ച് ആഴ്ചകൾക്ക് മുമ്പായിട്ട് മറ്റൊരു വാർത്ത വന്നിരുന്നു. അതായത് ചൈന പാകിസ്ഥാന് അടുത്ത 4-5 വർഷത്തേക്ക് J-35 വിമാനങ്ങൾ നൽകില്ല എന്നൊരു വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ആ വാർത്തകളെ എല്ലാം കാറ്റി പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്നത്. 2026 പകുതിയോടെ തന്നെ ഈ വിമാനങ്ങൾ പാകിസ്ഥാനിലെത്തും എന്ന്. ഈ അത്യാധുനിക വിമാനങ്ങൾ പാകിസ്ഥാനിൽ ലഭിച്ചാൽ അത് ഇന്ത്യയുടെ ന്യൂക്ലിയർ സുരക്ഷയ്ക്ക് പോലും വലിയൊരു വെല്ലുവിളിയാവും. അതുകൊണ്ട് പാകിസ്ഥാന്റെ കൈകളിൽ ഈ മാരകായുധം എത്തുന്നതിന് മുമ്പ് തന്നെ അവരുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇന്ത്യ ഒരു പ്രീ എംപ്റ്റീവ് അഥവാ മുൻകൂർ ആക്രമണം നടത്താനായിട്ട് നിർബന്ധിതരായേക്കാമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയൊരു ആക്രമണം നടത്തിയാൽ പോലും അതിന് വലിയൊരു തിരിച്ചടി നൽകാനായിട്ട് ഇന്ത്യ മടിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഇത് അതിവേഗം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ലോക ഭൂപടത്തിൽ ഇന്ന് വലിയൊരു അധികാരമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബംഗാളിലെ വിജയത്തോടെ തങ്ങളെ വളയാൻ ശ്രമിച്ച വിദേശ ശക്തികളുടെയും CIA കഴുത്തിലെ കുരുക്ക് ഇന്ത്യ പൊട്ടിച്ചെറിഞ്ഞു. പാകിസ്ഥാൻ എന്ന രാജ്യം സാമ്പത്തികമായിട്ടും നയതന്ത്രപരമായിട്ടും പൂർണ്ണമായിട്ടും തകർന്ന് ലോകത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് നീങ്ങുകയാണ്. അവിടെ അമേരിക്കയുടെയും ചൈനയുടെയും സ്വാധീനവും നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ മുറിവേറ്റ പാമ്പ് കൂടുതൽ അപകടകാരിയാണ്. CIA പാകിസ്ഥാനെയും നമ്മൾ പരാജയപ്പെടുത്തുന്നുണ്ടെങ്കിലും അവർ തങ്ങളുടെ അടുത്ത നീക്കത്തിനായിട്ട് കാത്തിരിക്കും. കിഴക്ക് ബംഗ്ലാദേശിലെ അസ്ഥിരത മുതലെടുത്തും പടിഞ്ഞാറ് ചൈനയുടെ പുതിയ ആയുധങ്ങൾ ഉപയോഗിച്ചും അവർ ഇന്ത്യയെ വീണ്ടും ലക്ഷ്യമിട്ടേക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മുൻപെങ്ങുമില്ലാത്ത വിധം കരുത്തുറ്റ ഒരു നേതൃത്വവും സുരക്ഷിതമായ അതിർത്തികളുമുള്ള ഇന്ത്യ ഇന്ന് ഏത് ഭീഷണിയെയും നേരിടാനും തയ്യാറാണ്. ജിയോ പൊളിറ്റിക്സിലെ ഈ ചെസ് കളിയിൽ കരുക്കളി നീക്കുന്നത് ഇപ്പോൾ നമ്മളാണ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജിയോ പൊളിറ്റിക്കൽ വാർത്തകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്, വന്ദേ മാതരം.